ഈ പല്ല് കാട്ടിയൊക്കെ ഇരിക്കുന്നതാണ് എൻ്റെ അമ്മ താത്ത. താത്താനെ കൊണ്ട് ഇന്നൊരു സ്ഥലം വരെ പോവാണേ. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ടേ അന്തം വിട്ട് കുന്തം വിട്ട് പോലെ അവൾ നോക്കുന്നുണ്ട്. ഇതെന്താ സംഭവം? ഈ ഉമ്മ എന്തൊട്ടി കാണിക്കുന്നേ? ഈ ഉമ്മ ഇപ്പം തന്നെ എന്നെ വൈറലാക്കോ? ഇത് ഞാൻ ഒളിച്ചിരുന്നേക്കാന്ന് പറഞ്ഞുകൊണ്ട് ആളവിടെ വിളിച്ചു. പിന്നെ കുറച്ചങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ആളുടെ അനക്കമൊന്നും കേൾക്കുന്നില്ല. നോക്കിയപ്പോൾ എന്തോ ആൾ ഭാവി വരനെക്കുറിച്ചുള്ള എന്തോ ആലോചനയിലാണെന്ന് തോന്നുന്നു. ഉമ്മയ്ക്ക് പറ്റിയതുപോലെ എനിക്ക് പറ്റരുതല്ലോ. അങ്ങനെ ഇരുന്ന് ആലോചിച്ച് അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ ലാസ്റ്റ് സ്ഥലത്തെത്തി. അവസാനം താത്താടെ വണ്ടിയിൽ താത്താനെ പിടിച്ച് കയറ്റി. ആൾക്കൂട്ടും ഇഷ്ടമല്ല കേട്ടോ ഉന്ത് വണ്ടിയിലിരിക്കുന്നത്. അങ്ങനെ അവിടെ എത്തിയപ്പോൾ അതേ ഒരു കാക്ക താത്താനെ പിടിച്ചോണ്ട് ഇങ്ങ് വാ കുസുമം, നീ സുന്ദരിയല്ലെന്ന് ആരാ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ദേ പോണ്. അവസാനം സ്ഥലത്തെത്തി. പ്രൈമാർക്കിലാണ് കേട്ടോ നമ്മളിന്ന് പോകുന്നത്. അവിടെ എത്തിയപ്പോൾ അന്തം വിട്ട് കുന്തം വിട്ട പോലെയായിരുന്നു എൻ്റെ അവസ്ഥ. എവിടെ നോക്കിയാലും സാധനങ്ങൾ, കയ്യിലാണെങ്കിൽ 5 പൈസയില്ല. അങ്ങനെ അവിടെ ഇവിടെയൊക്കെ തിരഞ്ഞ് അവസാനം ഇവൾക്കുള്ള 2 ഡ്രസ്സ് എടുക്കാനായിട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ അവളുടെ ഏരിയയിൽ എത്തിയപ്പോഴത്തേക്കും ഇതാ ഇഷ്ടംപോലെ സാധനങ്ങൾ. ആ സാധനമല്ലേ, റൈറ്റ് സൈഡിലേക്ക് നോക്കിയാൽ മതി. അങ്ങനെ താത്താക്ക് 2 ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഞങ്ങൾ താഴത്തെ ഗ്രക്സിലേക്ക് വിട്ട്. ഇവിടെ ഉള്ളവർക്കാണെങ്കിൽ ഇത് കത്തും, ഇവിടെ നിന്നാണെങ്കിൽ 2 കോഫീസ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ അവിടുത്തെ ഫ്രീ എന്നുള്ള കോഫിയൊക്കെ കുടിച്ച് ഞങ്ങൾ തിരിച്ചു പോകാം. അങ്ങനെ തിരിച്ച് വീടെത്താറായി. താത്താക്കും എനിക്കും ഇക്കാക്കും എല്ലാവർക്കും വിശന്ന് തുടങ്ങി. അങ്ങനെ താത്താക്കുള്ള ഒരു ആപ്പിളും ഒരു പഴമൊക്കെ ഇട്ട് 2 സ്മൂത്തി അങ്ങ് അടിച്ച് താത്താക്ക് കൊടുത്തു. ഇനി ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് പുള്ളിയുടെ ഒരു അടിപൊളി ബർഗറുണ്ട്. എൻ്റെ ഹസ്ബൻഡ് കഴിച്ച് ഞങ്ങൾ വയറടിച്ചു. പിന്നെ പുള്ളിക്ക് പോകാനുള്ളത് ഞാൻ പാക്ക് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ. ബൈ.